ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വാക്പോര് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നേരിട്ടുള്ള കൂടുതൽ സമരമുഖങ്ങൾ തുറക്കാൻ ഒരുങ്ങുകയാണ് CPM. വർഗ ബഹുജന സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതിയാണ്, അതായത് PKSനെയാണ് SFIക്ക് പിന്നാലെ സമരരംഗത്ത് ഇറക്കുന്നത്. രാജ്ഭവൻ ദളിത് പീഡന കേന്ദ്രമാണെന്ന് ഗുരുതര ആരോപണമുന്നയിച്ചാണ് സമരരംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിന് നിർദ്ദേശവും നൽകിയതാണ്. ഗവർണറുടെ ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റ ശേഷം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാൾ മരിച്ച സംഭവം ഏറ്റെടുത്ത് സമരം ചെയ്യാനാണ് തയ്യാറെടുക്കുന്നത്. ഇതേ തുടർന്ന് ആയിരങ്ങളെ അണിനിരത്തി രാജ്ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്താൻ PKS തീരുമാനിച്ചു. രാജ്ഭവൻ മാർച്ച് മുതിർന്ന CPM നേതാവ് AK ബാലനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതും രാഷ്ട്രീയ തീരുമാനമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1.5 മാസം മുമ്പ് നടന്ന സംഭവത്തിന്റെ പേരിൽ PKS പെട്ടെന്ന് സമരം പ്രഖ്യാപിച്ചതിലൂടെ ഗവർണർക്കെതിരെ പരമാവധി സമരങ്ങൾ നടക്കണമെന്ന് രാഷ്ട്രീയ നിലപാടാണ് പുറത്തുവരുന്നത്. സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഗവർണറെ പ്രതിരോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നതാണ്. സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നാമനിർദ്ദേശത്തിനെതിരെ ആഴ്ചകളായി SFIയുടെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ഗവർണർ ഇടുക്കി സന്ദർശിക്കാൻ എത്തിയ ദിവസം ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചതാണ് നേരിട്ടത്. ആദിവാസി യുവാവിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നതാണ്. 2 പേർക്കെതിരെ പട്ടികജാതി വർഗ പീഡന നിയമപ്രകാരമാണ് കേസെടുത്തിരുന്നത്. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള യുദ്ധം കനക്കുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള വാക്പോര് അവസാനിപ്പിച്ച് ഇപ്പോൾ ഗവർണറുമായി നേരിട്ട് തന്നെ യുദ്ധത്തിനൊരുങ്ങുകയാണ് സർക്കാർ. നവകേരള സദസ്സിലെ പോരായ്മകൾ മറയ്ക്കാൻ ഗവർണറുമായുള്ള പോരിനെ സർക്കാർ പിടിവള്ളിയാക്കുന്നു എന്ന ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട്. നേർക്കുനേർ എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ആവശ്യമുള്ളപ്പോൾ ഒത്തുതീർപ്പിലെത്തുകയും ചെയ്യുന്നതാണ് CPMഉം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോരിന്റെ ചരിത്രം. തെരുവിലിറങ്ങിയുള്ള വെല്ലുവിളികൾക്ക് തെരുവ് നാടകത്തിനപ്പുറമുള്ള പ്രാധാന്യം പ്രതിപക്ഷം കാണുന്നില്ല. സർക്കാരും CPMഉം പ്രതിരോധത്തിലാകുമ്പോൾ ഗവർണറുമായുള്ള പോരിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നത് പതിവാണെന്നും ഈ നാടകത്തിൽ ഗവർണറും കക്ഷിയാണെന്നും പ്രതിപക്ഷം വിലയിരുത്തുന്നുണ്ട്. നവകേരള സദസ്സിനെതിരെ ആദ്യഘട്ടത്തിലെ വിമർശനം സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ അമിത ചെലവായിരുന്നു. കണ്ണൂരിൽ കരിങ്കൊടി പ്രതിഷേധത്തിന് നേരെ DYFI നടത്തിയ രക്ഷാപ്രവർത്തനം മുതൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ റോഡിലിറങ്ങി പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചതുവരെയുള്ള സംഭവങ്ങൾ ചർച്ചയുടെ ഗതിയും മാറ്റി. ഇത് നവകേരള സദസ്സിന്റെ നിറം കെടുത്തുകയുണ്ടായി. മുഖ്യമന്ത്രി പ്രത്യേക താൽപര്യമെടുത്ത് പുനർനിയമനം നൽകിയ കണ്ണൂർ വൈസ് ചാൻസലറെ സുപ്രീം കോടതി പുറത്താക്കിയതിന്റെ നാണക്കേട് സർക്കാരിന് മറയ്ക്കണമായിരുന്നു. ഗവർണറെ ഇടം വലം ആക്രമിക്കുന്നതിലൂടെ ന്യൂനപക്ഷത്തിന്റെ ചാമ്പ്യനാകാനുള്ള രാഷ്ട്രീയ ശ്രമവും CPM നടത്തുന്നുണ്ടായിരുന്നു. ഗവർണറാകട്ടെ ബില്ലുകൾ പിടിച്ചുവെച്ചതിൽ സുപ്രീം കോടതിയുടെ വിമർശനം കേട്ടതിന്റെ ക്ഷീണം മാറ്റാനും മുഖമിനുക്കാനുമുള്ള തത്രപ്പാടിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFനെ ദുർബലപ്പെടുത്താനുള്ള അന്തർധാര എന്ന വ്യാഖ്യാനമാണ് പ്രതിപക്ഷം നൽകുന്നത്. അതേസമയം സർവകലാശാല സെനറ്റിൽ സംഘപരിവാറുകാരെ ഗവർണർ തിരികെ കയറ്റിയെന്നാണ് SFI ആക്ഷേപിക്കുന്നത്. ഗവർണറുടെ ആവശ്യപ്രകാരം PAI സംഘപരിവാർ പശ്ചാത്തലമുള്ളയാളെ നിയമിക്കാൻ അതിവേഗം ഫയൽ നീക്കിയത് മുഖ്യമന്ത്രിയായിരുന്നു എന്നത് മറ്റൊരു വൈരുദ്ധ്യം.